നഖത്തിലുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഒനൈക്കോസിസ്, അത് ഇഞ്ചുറി ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിസീസ്. ഇത് 3 കാരണങ്ങളാണ് നഖത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഒനൈക്കൈലോസിസ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്, അതായത് നെയിൽ പ്ലേറ്റ് നെയിൽ ബെഡുമായിട്ട് വിട്ടുപോവുക, ഒനൈക്കോലൈസിസ് എന്നാണ് പറയുന്നത്. അതുപോലെ പരോനിക്ക, സാധാരണ രീതിയിൽ നഖച്ചുറ്റെന്നൊക്കെ പറയുന്നത്, അത് ഇൻഫെക്ഷൻ, പ്രത്യേകിച്ചും നഖത്തിന് ചുറ്റിലുള്ള ഒരു ഇൻഫെക്ഷനാണ്. പിന്നുള്ളത് നെയിൽ സോറിയാസിസ് ആണ്. ചിലപ്പോൾ ചില കളർ വ്യത്യാസം ഉണ്ടാവും നെയിലിന്. അത് പെയിൽ കളറാണെങ്കിൽ നമുക്കറിയാം രക്തക്കുറവാണെന്ന് നമ്മൾ പറയും. അതല്ലെങ്കിൽ ഹാഫ് പിങ്കും ഹാഫ് വൈറ്റും ആണെന്നുണ്ടെങ്കിൽ കിഡ്നി ഡിസീസ് ആണെന്ന് പറയാം. യെല്ലോ കളറാണെങ്കിൽ ലങ് ഡിസീസ് ആണെന്ന് പറയുക. നെയിലിൽ ഈ പറഞ്ഞ ഡാർക്ക് റെഡ് കളറാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ലൂപ്പസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഡാർക്ക് സ്ട്രീക്സ് ചിലപ്പോൾ വരും നഖത്തിന് താഴെയായിട്ട്, അത് ക്യാൻസറസ് ടെൻഡൻസിയാണ്, മെലനോമ ആകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇനി സ്പൂൺ ഷേപ്ഡ് ചിലപ്പോൾ വരും, അത് അയൺ ഡെഫിഷ്യൻസിയാണ്. ക്ലബിങ്, നമുക്കറിയാം ക്ലബിങ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ലങ് ഡിസീസ് വരാം, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാം, ലിവർ ഡിസീസ് വരാം, മറ്റ് ജോയിൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും ഈ ക്ലബിങ് ഉണ്ടാകാറുണ്ട്. ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും ഹോമിയോപ്പതിയിൽ സൈനീഷ്യ, കൽക്കേരിയ ഫോസ്, ഗ്രാഫൈറ്റിസ്, നാട്രമോർ, ഫ്ലോറിക് ആസിഡ് ഇവയെല്ലാം നഖത്തിന് പ്രത്യേകം ആക്ഷൻ ഉള്ളതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനുമാണ്.